പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മഴ നല്ല തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നാറില്ലേ? എനിക്കിന്ന് നല്ലൊരു ചിക്കൻ റോസ്റ്റ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ്. അപ്പം രാവിലെ എണീച്ച ഉടനെ തൊട്ടടുത്തുള്ള ചിക്കൻ സ്റ്റോളിലേക്ക് വെച്ച് പിടിച്ചു. നമുക്കൊരു ചിക്കൻ വാങ്ങിച്ച് വന്നിട്ട് നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഗ്രീൻ ചിക്കൻ മസാല റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ നീര്, കുറച്ച് മല്ലിയില, തൈര്, പുതിനയില എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരച്ചൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. റെസിപ്പി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. ഒരു 3/4 കിലോ ചിക്കനിലേക്ക് ഞാനൊരു സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ മസാല പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചിട്ട് 1 മണിക്കൂർ ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് ഞാനിത്. 1 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് പുറത്തെടുത്തിട്ട് ഒരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും, നല്ല ജീരകം, പിന്നെ 1 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഈ ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരുന്നവരെ ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, കാരണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, അടപ്പ് മാറ്റിയിട്ട്. അപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ അവസാനമായി ഞാൻ കുറച്ച് മേത്തി ലീവ്സ് അല്ലെങ്കിൽ കസൂരി മേത്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചൊരു സാധനമാണ്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. അപ്പം നല്ല സ്പൈസി ആൻഡ് ടാങ്കി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ്, ഒരു ഗ്രീൻ മസാല ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.